മുഖ്യമന്ത്രി മോഹൻലാൽ അഭിമുഖത്തിനായി സർക്കാർ ഖജനാവിൽ നിന്നും ചെലവായത് വൻ തുക 11.25 ലക്ഷത്തോളം രൂപ ചെലവായെന്ന കണക്കുകൾ പുറത്തുവന്നു. ഈ തുക സർക്കാർ ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കണ്ടും മിണ്ടിയും ഇരുവർ എന്ന പേരിലായിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മുഖ്യമന്ത്രിയുമായുള്ള മോഹൻലാലിന്റെ അഭിമുഖ പരിപാടി. ലക്ഷ്യം തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള മുഖം മിനുക്കൽ. ഇതിനായി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് 11,21,000 രൂപയെന്നാണ് വിവരാവകാശ നിയമപ്രകാരം ഇപ്പോൾ മറുപടിയായി പുറത്തുവരുന്നത്. TK രാജീവ് കുമാർ എന്ന പ്രശസ്ത സംവിധായകനായിരുന്നു ഈ അഭിമുഖ പരിപാടിയുടെ സംവിധായകൻ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ക്രൂവിനും നൽകിയ തുക എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ 11,21,000 രൂപ PRD നൽകിയതായി വിവരാവകാശ പ്രകാരം പുറത്തു വന്നിരിക്കുന്നത്. അതിൽ എത്ര രൂപ എത്ര ആൾക്ക് എന്ന തരത്തിൽ കൃത്യമായി വിഭജിക്കപ്പെട്ടിട്ടുള്ള ഒരു തുക അതിൽ ലഭ്യമല്ല. എന്തായാലും മോഹൻലാൽ ഇതിന് പണം വാങ്ങിയിട്ടില്ല എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ ചിലവ് തുക അതിലും വർദ്ധിച്ചേനെ. 2-3 ക്യാമറയും ലൈറ്റുകളും ഉപയോഗിച്ച് PRD വഴി ചിത്രീകരിക്കാമിരുന്ന ഒരു അഭിമുഖം വലിയ തുക കൊടുത്ത് പുറത്ത് ഒരു ഏജൻസിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതിൽ വലിയ അഴിമതിയുണ്ടെന്നും ആ പണം മുഖ്യമന്ത്രിയിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആവശ്യം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാവരും ഇഷ്ടപ്പെടുന്ന നടനുമായി ചർച്ച ചെയ്യാനുള്ള അവകാശമുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ ചെലവിൽ വേണ്ട, നാട്ടുകാരുടെ ചെലവിൽ അത് ചെയ്തത് വളരെ മോശമായിപ്പോയി. ആ പൈസ പിണറായി വിജയൻ ഖജനാവിലേക്ക് തിരിച്ചടക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വഴിയരികളിൽ വലിയ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഫ്ലെക്സ് ബോർഡുകൾ ഇപ്പോൾ LDFന്റെ പരസ്യ സ്ഥലമായി മാറിയെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. നിങ്ങൾ അവർ വെച്ചിരിക്കുന്ന ഹോർഡിംഗ് നോക്കി, അതെല്ലാം PRDയുടെ ഹോർഡിംഗ് ആയിരുന്നു നേരത്തെ. അതിപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ മാറ്റി ഇത് വെച്ചിരിക്കുകയാണ്. മോഹൻലാലുമായി മാത്രമല്ല മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് മുമ്പ് അഭിമുഖ പരിപാടി നടത്തിയത്. പുറത്തു വന്നതും പുറത്തു വരാത്തതുമായ നിരവധി അഭിമുഖങ്ങളുണ്ട്. മാത്രമല്ല മറ്റ് പല PR പണികളും ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ചെയ്തിട്ടുമുണ്ട്. അതിൻ്റെയൊക്കെ കണക്കുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും. സുനിൽ ഐസക്, മീഡിയ 1, തിരുവനന്തപുരം.